ദേശീയപാത കുതിരാൻ തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗ് അവസാന ഘട്ടത്തിൽ. ഇനി കോൺക്രീറ്റിംഗ് നടത്താനുള്ളത് 60 മീറ്റർ മാത്രം. ജൂൺ 5-നകം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കനത്ത മഴയിൽ പെരിഞ്ഞിനത്ത് വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ വെള്ളക്കെട്ട്. നഗരത്തിലെ കാനകൾ വികസിപ്പിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. വെള്ളക്കെട്ട് കെടുതി പരിഹരിക്കുന്നതിന് തൃശൂർ വില്ലേജ് ഓഫീസറെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തുമെന്ന് P. ബാലചന്ദ്രൻ MLA. പേരാമംഗലത്ത് KSRTC ബസ്സിൽ പ്രസവിച്ച യുവതിക്കും കുഞ്ഞിനും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സമ്മാനം. യുവതിയുടെയും കുഞ്ഞിന്റെയും തുടർ ചികിത്സ സൗജന്യമാക്കിയതായി ആശുപത്രി അധികൃതർ. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പനയ്ക്ക് വെച്ച മരുന്നുകൾ പിടിച്ചെടുത്തു. ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മരുന്നുകൾ പിടികൂടിയത്. പെരിഞ്ഞിനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച നുസൈബയുടെ കുടുംബത്തിന് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ്. അധികൃതരുടെ അനാസ്ഥയാരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJPയും മാർച്ച് നടത്തി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. രാജേഷ് ഇരുളം മികച്ച സംവിധായകൻ. തിരുവനന്തപുരം സൗവർണികയുടെ മണികർണിക മികച്ച നാടകം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത കുതിരാൻ തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗ് അവസാന ഘട്ടത്തിൽ. ആദ്യം പണികൾ തീർത്ത തുരങ്കത്തിൽ 490 മീറ്റർ ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നില്ല. ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് തുരങ്കം ഗാൻട്രി കോൺക്രീറ്റിംഗ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 9-നാണ് പണികൾ ആരംഭിക്കുന്നതിനായി ഒരു തുരങ്കം അടച്ചത്. ഇനി ഏകദേശം 60 മീറ്റർ മാത്രമാണ് കോൺക്രീറ്റിംഗ് ചെയ്യാനുള്ളത്. ജൂൺ 5-നകം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാനാകുമെന്നാണ് കരാർ കമ്പനി പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഒരു തുരങ്കത്തിലൂടെയുള്ള ഗതാഗത നിയന്ത്രണം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരളത്തിൽ 7 ദിവസം വരെ വ്യാപകമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 60ഓളം പേരെ മാറ്റി താമസിപ്പിച്ചു. കനത്ത മഴയിൽ പെരിഞ്ഞിനത്ത് വീടുകളിൽ വെള്ളം കയറി. 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് തുറന്നത്. 30ഓളം പേരാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. 10ഓളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. ദേശീയപാതയുടെ 3 പീടിക ബൈപ്പാസ് കടന്നു പോകുന്ന പ്രദേശത്തുള്ളവരാണ് കൂടുതൽ കുടുംബങ്ങളും. കമ്മ്യൂണിറ്റി ഹാൾ പരിസരം, പള്ളിയിൽ, അമ്പലം പടിഞ്ഞാറ് ഭാഗം, കൊറ്റംകുളം പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളം ഒഴുകിപ്പോകുന്ന കാനകൾ മൂടിപ്പോയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പറഞ്ഞു. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ദേശീയപാത അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. മഴ തുടർന്നാൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട അവസ്ഥയാണ്. റോഡ് പണി പ്രകാരം ആണ് ഇങ്ങനെ വെള്ളം കെട്ടാൻ കാരണം. കൂടുതലും നേരത്തെ ഉണ്ടായ കുളങ്ങളും എല്ലാം നികത്തിയിട്ടാണ് ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് അകത്തേക്ക് തന്നെ കയറി വീടിൻ്റെ അകത്തേക്ക് വരെ എത്തി. ഇതേവരെയ്ക്കും ഞങ്ങൾ അവിടെ ഫാസ്റ്റ് ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാന വന്നോടുകൂടി ഞങ്ങൾക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റാണ്ടായത്. 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ വീട് വെള്ളം ഏതൊരു വീട് എന്നും കൂടി കാണാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഇതിപ്പോൾ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം അവിടെ നിൽക്കുക, നിലാനെ നിൽക്കണ്. ഒരിക്കലും അങ്ങോട്ട് പോവാനോ അല്ലെങ്കിൽ പറ്റിപ്പോവാനോ നമുക്ക് ഒരു സഹകരണമൊന്നുമില്ല. അമ്മമാർ നടക്കാൻ പറ്റാത്ത അമ്മമാരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോഴും വരാൻ പറ്റണ്ടേ ഇങ്ങോട്ട്. എറിയാട് ഇടിമിന്നലിൽ വീടുകൾക്കും പള്ളിക്കും കേടുപാട് സംഭവിച്ചു. ബുധനാഴ്ച രാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ അഴീക്കോട് സെന്റ് തോമസ് ലത്തീൻ പള്ളിക്ക് സമീപം പള്ളിയിൽ ഔസോസ് സേവരന്റെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. വീടിന്റെ ചുവരുകൾക്കും മേൽക്കൂരയ്ക്കും കേടുപാട് പറ്റി. തീഗോളം കണക്കെ പതിച്ച ഇടിമിന്നലേറ്റ് വീട്ടുമുറ്റത്തെ തെങ്ങ് കത്തിനശിച്ചതായി വീട്ടുകാർ പറയുന്നു. സമീപത്തുള്ള സെന്റ് തോമസ് ലത്തീൻ ദേവാലയത്തിലെ പള്ളിമണിക്കും ഇടിമിന്നലിൽ തകരാർ സംഭവിച്ചു. പള്ളിമേടയിലുള്ള വൈദ്യുതി മീറ്ററും ഫാനും ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. ഈ പ്രദേശത്തെ നിരവധി വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. എൻ്റെ മരുമോളോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഭാഗത്തോട്ട് ശരിക്കും ഇങ്ങനെ അടിച്ച് ട്യൂബൊക്കെ പൊട്ടി ഇവിടെ മേത്ത് വീണ്. അപ്പുറത്താകെ തീയായിട്ട് ഞങ്ങൾക്ക് പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ഒരു സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി. പേടിച്ചിട്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. ഈ സ്വിച്ച് ബോർഡൊക്കെ തള്ളി പുറത്തോട്ട് വീണ്. എല്ലാ സ്വിച്ച് ബോർഡും
അപ്പോൾ ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ അത് ഏത് തെങ്ങ് എവിടെയാണ് സ്ഥലം എന്നറിയില്ല, അങ്ങനെ തെങ്ങ് നിന്നിട്ട് ഇങ്ങനെ കത്തിയാകുമ്പോൾ നീർക്കലിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കണ്ട സംഭവമാണ്. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണു. ആശുപത്രിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് സമീപത്തെ പൊഴോലിപ്പറമ്പിൽ കോംപ്ലക്സിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. മതിൽ ഇടിഞ്ഞ് കെട്ടിടത്തിന് നാശനഷ്ടം സംഭവിച്ചു. ആശുപത്രി വളപ്പിൽ നിൽക്കുന്ന വലിയ മരം ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലാണ്. മഴ മാറിയാൽ മരം മുറിച്ചു മാറ്റുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് അറിയിച്ചു. ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല. ഈ മതിൽ പണിയുന്നതിന് മുമ്പേ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. ഈ മതിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള മതിൽ പണിത് കൊണ്ടാണ് ഇത് ഇടിഞ്ഞു പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഇരിക്കാൻ യാതൊരു ധൈര്യമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബിൽഡിങ് ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാം. അങ്ങനത്തെ അവസ്ഥയായി. ഇപ്പോൾ കംപ്ലീറ്റ് മതിലിൻ്റെ വെയിറ്റ് ഇതുമ്മല ഈ ബിൽഡിങ്ങിൽ ചാരിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എത്ര പേര് ഇതിൽ ചാവുമെന്ന് പറയാൻ പറ്റില്ല. ഈ ബിൽഡിങ്ങിൻ്റെ കണ്ടീഷൻ അതാണ് ഞങ്ങളുടെ. മനക്കുടി പുള്ള് റോഡിൽ കൂറ്റൻ മാവ് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻ മാവാണ് കടപുഴകി വീണത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വാർഡ് അംഗം കെ രാകേഷ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. കനത്ത മഴയിൽ പാവറട്ടി പഞ്ചായത്ത് 5-ാം വാർഡിൽ വീട് തകർന്നു. അറയ്ക്കൽ വിൻസെന്റിന്റെ ഓടിട്ട വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആളപായമില്ല. വീടിന്റെ ചുമരും തറയും തകർന്ന നിലയിലാണ്. വാർഡ് മെമ്പർ ജോസഫ് ബെന്നി, പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി അപകടാവസ്ഥയിലായ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കനത്ത മഴയിൽ ചാലക്കുടി നഗരത്തിൽ വ്യാപകമായി വെള്ളക്കെട്ട്. സൗത്ത് ജംഗ്ഷൻ, ഹൗസിംഗ് ബോർഡ് കോളനി, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. പലയിടത്തും റോഡിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഹൗസിംഗ് കോളനിയിൽ വീടുകളുടെ വരാന്തയിലേക്ക് വെള്ളം കയറി. കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ താഴത്തെ നിലയിലും വെള്ളം കയറി. ദേശീയപാതയിൽ മുരിങ്ങൂർ അടിപ്പാത, പതിയാരത്തെ അതിരപ്പള്ളി റോഡ് എന്നിവിടങ്ങളും വെള്ളക്കെട്ടിലായി. തൃശൂർ അശ്വിനി ആശുപത്രി പരിസരത്ത് വെള്ളക്കെട്ടിലായ കുടുംബങ്ങളെ പൂങ്കുന്നം സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കുമെന്ന് പി ബാലചന്ദ്രൻ MLA. തൃശൂർ നഗരത്തിലെ കാനകൾ വികസിപ്പിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മേയർ MK വർഗീസ്. ബുധനാഴ്ച വൈകുന്നേരം പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ടിലായ അശ്വിനി ആശുപത്രിയും പരിസരവും വ്യാഴാഴ്ച രാവിലെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. അശ്വിനി ആശുപത്രി പരിസരത്ത് വെള്ളക്കെട്ടിലായ കുടുംബങ്ങളെ പൂങ്കുന്നം സ്കൂളിൽ പുനരധിവസിപ്പിക്കുന്നതിനും വെള്ളക്കെട്ട് കരുതി പരിഹരിക്കുന്നതിനുമായി തൃശൂർ വില്ലേജ് ഓഫീസറെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തുമെന്ന് പി ബാലചന്ദ്രൻ MLA പറഞ്ഞു. പെയ്ത്തുവെള്ളം മുഴുവൻ ഉൾക്കൊണ്ടിരുന്ന ഈ പ്രദേശത്തെ പാടങ്ങൾ, കോലോത്തുംപാട് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പാടങ്ങൾ തൂർന്നുപോയി. ആ വെള്ളം മുഴുവൻ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അശ്വിനി ജംഗ്ഷനിലാണ് എത്തുന്നത്. അത് ഒഴിഞ്ഞു പോകുന്നതിനുള്ള കാനയ്ക്ക് വിസ്തീർണമില്ല. മാത്രമല്ല, ഈ കാനയെ ക്രോസ് ചെയ്തുകൊണ്ട് ചില ടണലുകളും ചില പൈപ്പുകളും പോകുന്നുണ്ട്. അതിൽ വന്ന് കുപ്പികളും ചവറും അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുകയാണ്. അങ്ങനെ ഇവിടെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ ഇവിടുത്തെ വെള്ളം ഇതിന് രണ്ട് വശത്തേക്കൂടും ചെറിയ ഓടകളുണ്ട്. ഈ ഓടകളിലൂടെ താഴ്ന്ന പ്രദേശത്തേക്ക് ഓവർഫ്ലോ ചെയ്യുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് ഷെൽട്ടർ ഏർപ്പെടുത്താൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാറ്റിപ്പാർപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും സർക്കാർ നൽകും. തൃശൂർ നഗരത്തിൽ പഴയകാലത്തുണ്ടായ കാനകളും തോടുകളും വിസ്തൃതി കൂട്ടേണ്ട സാഹചര്യമാണ് ഇപ്പോഴത്തെ കനത്ത മഴകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഇതിനായി കോർപ്പറേഷൻ PWDയും ദേവസ്വം ബോർഡുമായി കൂടിയാലോചിച്ച് കാനകളും തോടുകളും സർവേ നടത്തി ആവശ്യമെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് വികസിപ്പിക്കുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. അശാസ്ത്രീയമായിട്ടുള്ള പഴയ കാനകളാണ് അധികവും. കാരണം നമുക്കറിയാം, പണ്ട് കാലത്ത് ഇതൊക്കെ ചതുപ്പ് നിലങ്ങൾ തന്നെയായിരുന്നു. മാറി വരുന്ന, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, മാറി വരുന്ന മുനിസിപ്പാലിറ്റികളുടെ ഇവിടുത്തെ അന്നത്തെ ഭരണാധികാരികൾ ഇത് നോക്കാതെ തന്നെ ഇവിടെ നിന്ന് സാങ്ഷൻ കൊടുക്കുകയും ഒപ്പം തന്നെ ഇവിടെ നിന്ന് സാങ്ഷൻ കൊടുത്തില്ലെങ്കിൽ സർക്കാരിൽ പോയി സാങ്ഷൻ വാങ്ങിച്ച് സ്വന്തം ഇഷ്ടത്താലെ ഇവിടെ ചതുപ്പ് നിലമായിരുന്ന പല സ്ഥലങ്ങളിൽ വലിയ വലിയ ഹൈ റൈസ് ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് കാനകളുടെ വലിപ്പം വളരെ കുറഞ്ഞുപോയി. ആദ്യം വെള്ളം വന്നു കഴിഞ്ഞാൽ പോകാവുന്ന വിധത്തിലുള്ള കാനകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ദേവസ്വവും അതുപോലെ തന്നെ ഇവിടുത്തെ PWD ഡിപ്പാർട്ട്മെൻറ്റും അടക്കം ഇരുന്നുകൊണ്ട് എക്വയർ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ എക്വയർ ചെയ്യാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കുറഞ്ഞ സമയം കൊണ്ട് വലിയ തോതിൽ ജലപ്രവാഹം ഉണ്ടാക്കുന്ന മഴ പെയ്യുന്നതിനാൽ അത്രയും വെള്ളത്തിന് പെട്ടെന്ന് ഒഴുകിപ്പോകാനാകാത്തതാണ് താൽക്കാലിക വെള്ളക്കെട്ടുകൾക്കിടയാക്കുന്നത്. ചതുപ്പുകളും പാടങ്ങളും നിറഞ്ഞ സ്ഥലത്ത് മാറി മാറി വന്ന ഭരണാധികാരികളിൽ സ്വാധീനം ചെലുത്തി ചില വൻകിട സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ്
വെള്ളക്കെട്ട് ഗുരുതരമാക്കാനിടയാക്കിയതെന്നും മേയർ കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ കർണംകൂട്ട് ബസാറിൽ സ്വകാര്യ വ്യക്തി ഓവുചാൽ അടച്ചതോടെ 15 കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മുട്ടോളം വെള്ളത്തിൽ നീന്തേണ്ട അവസ്ഥയിലാണ്. വല്ലാശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള 15 കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിന്റെ ദുരിതം പേറുന്നത്. കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മീറ്ററുകളോളം വെള്ളത്തിലൂടെ നടക്കണം. വാഹനങ്ങളൊന്നും ഈ വഴിക്ക് ഓട്ടം വരില്ല. റോഡും കാനയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ്. കിഴക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാൽ ഉണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു കൂടെയാണ് ഓവുചാൽ കടന്നുപോയിരുന്നത്. സ്ഥലം ഉടമ മതില് കെട്ടി ഓവുചാൽ അടച്ചതോടെ പ്രദേശം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലാവുകയായിരുന്നു. നേരത്തെ പോലീസിന്റെ സഹായത്തോടെ നാട്ടുകാർ ഇത് പൊളിച്ചു നീക്കിയിരുന്നുവെങ്കിലും ഉടമ വീണ്ടും അടയ്ക്കുകയായിരുന്നു. മഴ ശക്തമാകുന്നതോടെ പ്രദേശത്ത് ഇനിയും വെള്ളം ഉയരുമോ എന്ന ആശങ്കയിലാണിവർ. വെള്ളക്കെട്ട് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തങ്ങളെ ഈ ദുരിതക്കയത്തിൽ നിന്ന് കരകയറ്റണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. 15 വീട്ടുകാർക്ക് ഇപ്പോൾ വെള്ളക്കെട്ട് കാരണം ഭയങ്കര തടസ്സം. ഭക്ഷണം പോലും കഴിക്കാൻ വാങ്ങാൻ പോകാൻ ഒരു ഇതുമില്ല. റേഷൻ കടയിലോ മീൻകാരോ ആരും വരില്ല. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ സ്കൂൾ തുറന്നു. ഇപ്പോൾ അവിടെ മോളുടെ കുട്ടി വീട്ട് പഠിക്കാൻ ഇപ്പോൾ കുറേ ദിവസമായി പോയിട്ട് വെള്ളക്കെട്ട് കാരണം പോകാൻ ഒരു ഇതുമില്ല. ഒക്കെ തടസ്സപ്പെടുത്തിയിരിക്കുക. കുറേ എല്ലാ കൊല്ലം ഈ മുനിസിപ്പാലിറ്റിയിലും മറ്റുള്ളവർക്കൊക്കെ പരാതിപ്പെടുന്നുണ്ട്. അവർ അന്ന് ഒന്ന് തട്ടിപ്പിക്കുക പിടിക്കുക ചെയ്യാന്നല്ലാതെ വേറൊരു കാര്യമില്ല. അതിപ്പോൾ ഞങ്ങൾക്ക് അത് തുടർന്ന് അതിൽ വെള്ളം ഒഴുക്കി കെട്ടുന്ന ഒരു മാർഗം നിങ്ങൾ ചെയ്യണം. അതല്ലാതെ പറ്റില്ല. എനിക്കാണെങ്കിൽ ICUയിൽ കിടക്കണം 10 ദിവസം. സോഡിയം കുറഞ്ഞിട്ട് ഫിക്സ് കണ്ടിട്ടും ഒക്കെ ആയിട്ട് എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഈ ചുറ്റുപാട് പലർക്കും അതേപോലെ വയ്യാത്തവരും ഗർഭിണികളൊക്കെയാണ്. അവർക്ക് ഈ വെള്ളക്കെട്ട് ആ പോണ സ്ഥലത്തു കൂടെ പണ്ടേ പോയ സ്ഥലത്തു കൂടെ ഒഴുക്കി വിടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ നന്നേ പാടുപെട്ടു. പ്രായമായവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കാനേ കഴിയുന്നില്ലെന്നും ഇവർ പറയുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ PV മധു ആവശ്യപ്പെട്ടു. ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ ഭൂമിയിൽ വന്നിട്ട് നികത്തിയതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല അദ്ദേഹം കാലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓവുചാലുണ്ടായിരുന്നു. അയാൾ മണ്ണിട്ട് നിർത്തുകയും അതിന് അതിൽ കൂടെ വെള്ളം പോയിരുന്നതാണ്. കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം അതിൽ കൂടെ വെള്ളം കിട്ടിയിരുന്നു. ഇപ്രാവശ്യം ഏകദേശം 4 അടി മണ്ണോളം ഇട്ട് ഉയർത്തിയത് കാരണം ഇപ്പോൾ അത് നമുക്ക് വെള്ളം പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം അത് പൊളിക്കുകയും വെള്ളം പോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് രാത്രി വന്നിട്ട് അയാൾ വീണ്ടും അത് അടയ്ക്കുകയും ഇപ്പോൾ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അമ്മമാരുടെ മനസ്സിൽ തീയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. പേരമംഗലത്ത് KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ പ്രസവിച്ച യുവതിയുടെയും കുഞ്ഞിൻ്റെയും തുടർ ചികിത്സ അമല ആശുപത്രി സൗജന്യമാക്കി. അങ്കമാലിയിൽ നിന്നും തൊട്ടിൽപ്പാലത്തിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലാണ് മലപ്പുറം തിരുനാവായ സ്വദേശിനിയായ യുവതി കഴിഞ്ഞ ദിവസം പ്രസവിച്ചത്. കുഞ്ഞിനുള്ള ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന്റെ സമ്മാനം KSRTC ഉദ്യോഗസ്ഥർ ആശുപത്രി അധികൃതർക്ക് കൈമാറി. കുഞ്ഞുടുപ്പുകളും കളിക്കോപ്പുകളുമാണ് സമ്മാനിച്ചത്. അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോകുമ്പോഴാണ് യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത്. തുടർന്ന് ബസ് അടുത്തുള്ള അമല ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ ബസ്സിൽ വെച്ച് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. തൃശൂരിൽ പ്രോട്ടീൻ ഷോപ്പിൽ നിന്നും ലൈസൻസ് ഇല്ലാതെ വൻതോതിൽ വിൽപ്പനയ്ക്ക് വെച്ച സ്റ്റീറോയിഡുകൾ പിടികൂടി. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മരുന്നുകളാണ് ഡ്രഗ് കൺട്രോൾ വിഭാഗവും പോലീസും ചേർന്ന് പിടിച്ചെടുത്തത്. പടിഞ്ഞാറേക്കോട്ടയിലെ ചൊവ്വല്ലൂർ ടവറിൽ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ മാൾ എന്ന ഷോപ്പിൽ നിന്നാണ് സ്റ്റിറോയിഡുകൾ പിടികൂടിയത്. BP കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ അടക്കം 400 ആംപ്യൂൾ മരുന്നുകളാണ് പിടികൂടിയത്. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിയന്ത്രിത അളവിൽ ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് യാതൊരുവിധ അനുമതിയുമില്ലാതെ വ്യാപകമായി ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത്. ശാരീരികക്ഷമത വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ജിംനേഷ്യം സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും ഇത്തരം മരുന്നുകൾ വിൽപ്പന നടത്തിയിരുന്നത്. തൃശൂർ വെസ്റ്റ് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മരുന്നുകൾ പിടിച്ചെടുത്തത്. മെഡിസിൻസ് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തുന്നതായിട്ട് അത് മെയിനായിട്ടുള്ളത് അനബോളിക് സ്റ്റിറോയിഡ്സും പിന്നെ BP കൂട്ടുന്ന മരുന്നും. ഈ മരുന്നുകളൊക്കെ ജിമ്മുകളിൽ ചുറ്റഴിക്കാൻ വേണ്ടി ജിമ്മുകളിൽ ഇതിൻ്റെ യൂസ് ഇല്ല. പക്ഷേ ഇവരത് അനധികൃതമായിട്ട് ജിമ്മുകളിൽ കൂടെ ആൾക്കാരുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും മസിൽ കൂട്ടാനുമുള്ള ഡ്രഗ് ആയിട്ട് ഇത് കൊടുക്കുന്നതായിട്ടുള്ള
രൂപ കിട്ടിയ ബസ്സിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. കൂടുതലും ജിമ്മിൽ പോകുന്നത് നമ്മുടെ പുതുതലമുറയാണല്ലോ. അപ്പോൾ അവർക്ക് വന്ധ്യത അവിടെ ഉണ്ടാകും, ഡയബറ്റീസ് ഉണ്ടാകും, വണ്ണം ഉണ്ടാകും, ഒബീസിറ്റി ഉണ്ടാകും. അങ്ങനെ ഇതിൻ്റെ പെട്ടെന്ന് യൂസ് നിർത്തി കഴിഞ്ഞാൽ ഇത്തരം പല സൈഡ് എഫക്ട്സും ഉണ്ടാകുന്ന മെഡിസിൻസാണ്. അത് ഡോക്ടറുടെ നിയന്ത്രണത്തിൽ വളരെ പരിമിതമായ അളവിൽ കഴിക്കുന്ന മരുന്നുകളാണ് ഈ മരുന്നെല്ലാം. പക്ഷേ അത് വളരെ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പാഴ്സൽ വഴി 2 തവണ കഞ്ചാവ് കടത്തിയ കേസിൽ ഉൾപ്പെട്ട ഷോപ്പാണിത്. ഇതുമായി ബന്ധപ്പെട്ട ഷോപ്പ് ഉടമ നിലവിൽ ജയിലിലാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്നും അനധികൃത മരുന്നുകളും പിടിച്ചെടുത്തത്. 400 ആംബിയോളം കിട്ടിയിട്ടുണ്ട്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് റൂൾസ് ആൻഡ് വയലേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് സീസ് ചെയ്ത് കോടതി വയ്ക്കുക. ഇതിൻ്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുതൽ 6 കൊല്ലം വരെ ജയിൽ ശിക്ഷയും ഫൈനും ഉണ്ടാകും. സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ സജീവിന്റെ നേതൃത്വത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ ഡ്രഗ് ഇൻസ്പെക്ടർ ധന്യ, ഡ്രഗ് ഇൻസ്പെക്ടർ രമിത, റോബർട്ട് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. TCV തൃശൂർ. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് വീട്ടമ്മ മരിക്കുകയും നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും സ്ഥാപനം പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അടിയന്തര യോഗത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. മരിച്ച നുസൈബയുടെ കുടുംബത്തിന് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കിയതായും പ്രസിഡന്റ് പറഞ്ഞു. 200-ലധികം ആളുകളാണ് ശാരീരിക അസ്വസ്ഥതകളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. 40ഓളം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രികളിൽ സന്ദർശിച്ചു. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഹോട്ടലായതിനാൽ വഴിയാത്രക്കാർ ഉൾപ്പെടെ കൂടുതൽ പേർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ശാരീരിക അസ്വസ്ഥതകളുമായി ആശുപത്രികളിൽ എത്തുന്നവരെ നിരീക്ഷിക്കുന്നതിന് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് ശവമഞ്ചമേന്തി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിക്കുകയും 200-ലധികം പേർക്ക് വിഷബാധയേൽക്കുകയും ചെയ്ത സംഭവം പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയെന്നാരോപിച്ചായിരുന്നു മാർച്ച്. ഹോട്ടൽ ഉടമകൾക്കും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിനുമെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P. മേനോൻ, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് വീട്ടമ്മ മരിക്കുകയും 200ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അനാസ്ഥയുണ്ടെന്നാരോപിച്ചായിരുന്നു മാർച്ച്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയ്ക്കാവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷനായിരുന്നു. ഭക്ഷണത്തിൽ നിന്നുണ്ടായ വിഷബാധയേറ്റ് 250ഓളം വരുന്ന ആളുകൾക്ക് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. രാജേഷ് ഇരുളം മികച്ച സംവിധായകൻ, തിരുവനന്തപുരം സൗപർണികയുടെ മണികർണിക മികച്ച നാടകം. കഴിഞ്ഞ 5 ദിവസങ്ങളായി കേരള സംഗീത നാടക അക്കാദമിയുടെ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറിയ 10 നാടകങ്ങളിൽ നിന്നാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. അശോക് ശശി രചനയും സംവിധാനവും നിർവഹിച്ച തിരുവനന്തപുരം സൗപർണികയുടെ മണികർണികയാണ് മികച്ച നാടകം. മികച്ച രണ്ടാമത്തെ നടി, മികച്ച ഗാനരചയിതാവ്, വസ്ത്രാലങ്കാരം, ശബ്ദലേഖകൻ എന്നീ പുരസ്കാരങ്ങളും മണികർണിക സ്വന്തമാക്കി. കോട്ടയം കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ശാന്തം എന്ന നാടകത്തിലൂടെയാണ് രാജേഷ് ഇരുളം മികച്ച സംവിധായകനായത്. ഇതേ നാടകത്തിലെ അഭിനയത്തിലൂടെ ഗിരീഷ് രവി മികച്ച നടനായും രചന നിർവഹിച്ച ഹേമന്ത് കുമാർ മികച്ച രണ്ടാമത്തെ നാടകകൃത്തായും തിരഞ്ഞെടുക്കപ്പെട്ടു. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രികാ വസന്തം എന്ന നാടകം രചിച്ച KC ജോർജാണ് മികച്ച നാടകകൃത്ത്. കോഴിക്കോട് സങ്കീർത്തനയുടെ പറന്നുയരാനൊരു ചിറക് എന്ന നാടകത്തിലൂടെ മീനാക്ഷി ആദിത്യ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി. രണ്ടാമത്തെ മികച്ച നാടകം, മികച്ച രണ്ടാമത്തെ സംവിധായകൻ, മികച്ച സംഗീത സംവിധായകൻ, ഗായകൻ എന്നീ പുരസ്കാരങ്ങളും ഈ നാടകം നേടി. മികച്ച ദീപ സംവിധാനം, പശ്ചാത്തല സംഗീത സംവിധായകൻ, രണ്ടാമത്തെ നടൻ എന്നീ പുരസ്കാരങ്ങൾ നേടിയ തിരുവനന്തപുരം അക്ഷര ക്രിയേഷൻസിന്റെ വാണവരുടെയും വീണവരുടെയും ഇടം എന്ന നാടകവും ശ്രദ്ധ പിടിച്ചുപറ്റി. തിരുവനന്തപുരം അക്ഷരകലയുടെ കുചേലൻ എന്ന നാടകത്തിലെ ഗാനങ്ങൾ ആലപിച്ച ഡോക്ടർ KR ശ്യാമയാണ് മികച്ച ഗായിക. വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ ഊഴത്തിലൂടെ വിജയൻ കടമ്പേരി മികച്ച രംഗപട സംവിധായകനുള്ള പുരസ്കാരവും നേടി. ചന്ദ്രികാ വസന്തത്തിലെ അഭിനയത്തിന് അനിത സുരേഷും മണികർണികയിലെ സുനിൽ പൂമടവും പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹരായി. TCV തൃശൂർ.
13 വയസ്സുകാരന് നേരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി മഴവഞ്ചേരിയും അത്തരങ്ങാടി സ്വദേശി സുന്ദരൻ എന്ന അജിത്തിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മഴവഞ്ചേരിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതി കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നിരവധി തവണ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയതായി പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളാങ്കല്ലൂർ പൂവത്തുംകടവിൽ കനോലി കനാലിൽ കൂടുകെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കർഷകർ പറഞ്ഞു. സർക്കാർ സഹായത്തോടെ വെള്ളാങ്കല്ലൂർ സ്വദേശികളായ 4 പേർ ചേർന്ന് നടത്തുന്ന മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. ഷൺമുഖം കനാലിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് തുറന്നുവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. 7 കൂടുകളിലായി വളർത്തിയിരുന്ന ചെമ്പല്ലി, കരിമീൻ, കാളാഞ്ചി മീനുകളാണ് ചത്തുപൊന്തിയത്. 1/2 കിലോ മുതൽ 2.5 കിലോയോളം തൂക്കമുള്ള മീനുകളാണ് കൂട്ടത്തോടെ ചത്തത്. കഴിഞ്ഞ ദിവസം മതിലകത്തും കൂട് കൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള പാലപ്പിള്ളിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപവൽക്കരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജില്ലയിൽ വർഷങ്ങളായി ആനയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശമാണ് പാലപ്പിള്ളി. വന്യജീവി ആക്രമണത്തിൽ 2 വർഷത്തിനിടയിൽ 6 മനുഷ്യജീവനുകളാണ് മേഖലയിൽ നഷ്ടപ്പെട്ടത്. ടീമിന്റെ നടത്തിപ്പിനായി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഡ്രൈവർ എന്നിവരുടെ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് മന്ത്രിസഭായോഗം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും MLA KK രാമചന്ദ്രൻ അറിയിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര സ്വദേശി പുതുവീട്ടിൽ അബ്ദുൽ റഹീമിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേച്ചേരി മണലി സ്വദേശി കോട്ടയിൽ വളപ്പിൽ രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റഹീമിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 2ാം പ്രതി മണലി സ്വദേശി ഷിഹാബിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. നെല്ലുവായി മാങ്ങാരപ്പൂഞ്ചയിൽ ശങ്കരൻ മകൻ 54 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 12 കോടിയുടെ വിഷു ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തി. ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് ബമ്പർ അടിച്ചത്. ലോട്ടറി വിറ്റ സബ് ഏജന്റ് ജയയുടെ അയൽവാസിയാണ് വിശ്വംഭരൻ. വിമുക്ത ഭടനാണ് ഇദ്ദേഹം. നിലവിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയാണ്. ഇത്തവണ 2 ബമ്പറാണ് എടുത്തിരുന്നത്. മാസത്തിൽ 500 രൂപയുടെ ടിക്കറ്റ് എടുക്കാറുണ്ടെന്ന് വിശ്വംഭരൻ പറഞ്ഞു. 2 ദിവസങ്ങളിലായി തൃശ്ശൂരിൽ നടന്നുവന്ന കുടുംബശ്രീ ജില്ലാ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത നിർവഹിച്ചു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ A സിജു കുമാർ അധ്യക്ഷനായിരുന്നു. കലോത്സവത്തിൽ മുല്ലശ്ശേരി, തളിക്കുളം, അന്തിക്കാട് ക്ലസ്റ്റർ ഓവറോൾ ചാമ്പ്യന്മാരായി. ഒല്ലൂക്കര പുഴയ്ക്കൽ ചേർപ്പ് ക്ലസ്റ്റർ ഫസ്റ്റ് റണ്ണറപ്പായി. തൃശൂർ ടൗൺ ഹാൾ, ജവഹർ ബാലഭവൻ, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി നടന്ന മത്സരത്തിൽ 46 ഇനങ്ങളിലായി 800ഓളം കലാകാരികളാണ് പങ്കെടുത്തത്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം ജൂൺ 7, 8, 9 തീയതികളിൽ കാസർഗോഡ്, പീലിക്കോട് നടക്കും. എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആരോഗ്യരംഗത്തെ സേവന പ്രവർത്തനങ്ങളിൽ സർവീസ് സംഘടനകൾ മാതൃകയാണെന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP സനൽകുമാർ പറഞ്ഞു. കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100ഓളം കുട്ടികൾക്ക് പുസ്തകങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. പീഡിയാട്രിക്സ് വിഭാഗം മേധാവി ഡോക്ടർ TV അജിത് കുമാർ, സർജറി വിഭാഗം മേധാവി ഡോക്ടർ നിർമ്മൽ ഭാസ്കർ എന്നിവർ പുസ്തക വിതരണം നടത്തി. NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷനായിരുന്നു. കുന്നംകുളം ചൂണ്ടൽ പുതുശ്ശേരിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലാനിപ്പറമ്പിൽ വീട്ടിൽ മഞ്ജുവിന്റെ മകൾ 14 വയസ്സുള്ള ആരുഷിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൂണ്ടൽ LIGHS സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായ എക്സൈസ് മുൻ ഉദ്യോഗസ്ഥനും മേള പ്രേമിയുമായ ടൈറ്റസിനെ താരമാക്കി ഫോട്ടോഗ്രാഫി പ്രദർശനം തയ്യാറാക്കി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ നേച്ചർ ക്ലബ്ബ് അംഗങ്ങൾ. ഉത്സവപ്പറമ്പുകളിൽ പോകുന്നവർക്ക് സ്ഥിരം കാഴ്ചയാണ് ടൈറ്റസ്. ആരെയും ശല്യപ്പെടുത്താതെ മേളം ആസ്വദിക്കുന്ന ടൈറ്റസിനെ ശ്രദ്ധിക്കാതെ പോകുന്നവരും ചുരുക്കമാണ്. ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് ടൈറ്റസിനെ കുറിച്ച് ഫോട്ടോഗ്രാഫി പ്രദർശനം നടത്താൻ തൃശൂർ നേച്ചർ ക്ലബ്ബ് അംഗങ്ങൾ രംഗത്ത് വന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ, ക്ലബ്ബ് കോർഡിനേറ്റർ സുരേഷ് കീഴ്ത്താണി,
സംസ്ഥാന കോർഡിനേറ്റർ ടൈറ്റസ്, അജി ഗ്രേസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓൺലൈൻ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അയ്യന്തോൾ കളക്ട്രേറ്റിന് മുൻപിലെ ബസ് സ്റ്റോപ്പ് കയ്യേറി ആഡംബര കാറുകൾ. ബസ് ബേയിലും ബസ് സ്റ്റോപ്പിലും ആഡംബര കാറുകൾ പാർക്ക് ചെയ്യുന്നത് മൂലം ബസ്സുകൾ നടുറോഡിൽ നിർത്തിയാണ് ആളുകളെ ഇറക്കുന്നതും കയറ്റുന്നതും. ഇത് അപകടത്തിനിടയാക്കുമെന്നാണ് ആശങ്ക. പെരുമഴയത്ത് രോഗികളും സ്ത്രീകളും പ്രായം ചെന്നവരുമായ യാത്രക്കാർ മഴ നനയേണ്ടി വരികയും ചെളിവെള്ളം ചവിട്ടി ബസ്സിൽ കയറേണ്ട സ്ഥിതിയുമാണുള്ളത്. ലക്ഷങ്ങൾ മുടക്കി മനോഹരമായി നിർമ്മിച്ച ബസ് സ്റ്റോപ്പിന്റെ സൗകര്യം യാത്രക്കാർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് ജില്ലാ ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകി. ചേറ്റുവ ഹാർബറിന് സമീപം പുഴയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വ്യാഴാഴ്ച വൈകിട്ട് നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. വാടനപ്പള്ളി പോലീസ് എത്തി മൃതദേഹം കരക്കെത്തിച്ചു. 55 വയസ്സ് തോന്നിക്കും. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഔറംഗാബാദിലുണ്ടായ കാർ അപകടത്തിൽ വേലൂർ സ്വദേശി മരിച്ചു. RMS സ്കൂളിന് സമീപം ചുങ്കത്ത് വീട്ടിൽ പോളിന്റെ മകൻ 53 വയസ്സുള്ള ബിജു പോളാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. ഫരീദാബാദിൽ നിന്ന് ബിജു പോളും കുടുംബവും ബംഗളൂരുവിലേക്ക് പോകുന്നതിനിടെ ഔറംഗാബാദ് പച്ചോടിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഭാര്യയ്ക്കും മകൾക്കും പരിക്കേറ്റു. ദില്ലിയിൽ ബിസിനസ്സുകാരനാണ് ബിജു പോൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത കുതിരാൻ തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗ് അവസാന ഘട്ടത്തിൽ. ഇനി കോൺക്രീറ്റിംഗ് നടത്താനുള്ളത് 60 മീറ്റർ മാത്രം. ജൂൺ 5-നകം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കനത്ത മഴയിൽ പെരിഞ്ഞനത്ത് വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ വെള്ളക്കെട്ട്. നഗരത്തിലെ കാനകൾ വികസിപ്പിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. വെള്ളക്കെട്ട് കെടുതി പരിഹരിക്കുന്നതിന് തൃശൂർ വില്ലേജ് ഓഫീസറെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തുമെന്ന് P. ബാലചന്ദ്രൻ MLA. പേരാമംഗലത്ത് KSRTC ബസ്സിൽ പ്രസവിച്ച യുവതിക്കും കുഞ്ഞിനും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സമ്മാനം. യുവതിയുടെയും കുഞ്ഞിന്റെയും തുടർ ചികിത്സ സൗജന്യമാക്കിയതായി ആശുപത്രി അധികൃതർ. തൃശൂർ പടിഞ്ഞാറക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന മരുന്നുകൾ പിടിച്ചെടുത്തു. ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് മരുന്നുകൾ പിടികൂടിയത്. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച നുസൈബയുടെ കുടുംബത്തിന് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ്. അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJPയും മാർച്ച് നടത്തി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. രാജേഷ് ഇരുളം മികച്ച സംവിധായകൻ. തിരുവനന്തപുരം സൗവർണികയുടെ മണികർണിക മികച്ച നാടകം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.